ഇപ്പോൾ മന്ത്രി എ കെ ബാലൻ ബഷീറിന്റെ പേരിലാണ് ആ കൾച്ചറൽ കോംപ്ലക്സ് രൂപം കൊള്ളാൻ പോകുന്നത്. ഇപ്പോൾ പാലക്കാടൊക്കെ സ്ഥലം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നിർഭാഗ്യവശാൽ സ്ഥലം കിട്ടിയിട്ടില്ല. ഒരു 3 ഏക്കർ മുതൽ 5 ഏക്കർ വരെ വേണം. അതിന് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞങ്ങൾ 40 കോടി രൂപ ഇതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. 40 കോടിക്ക് കഴിയില്ല. ഒരു 10-100 കോടി രൂപയാലും ആ സാംസ്കാരിക നിലയം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇപ്പോൾ എല്ലാ കളക്ടർമാർക്കും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സ്ഥലം കണ്ടുപിടിക്കുന്നതിന്. അതായത് ഒരു സാംസ്കാരിക കേന്ദ്രമെന്ന് പറഞ്ഞാൽ എല്ലാം അതിലുണ്ടാവും. നാടകക്കളരി, ഓപ്പൺ തിയേറ്റർ, പരിശീലനം, അന്യം നിന്ന് പോകുന്ന കലകളുടെ സംരക്ഷണം, കലാകാരന്മാർക്ക് സ്വകാലത്തേക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതേപോലെ അത്യപൂർവമായിട്ടുള്ള ഈ പുരസ്കാരങ്ങളുടെ സംരക്ഷണം, മ്യൂസിയം, ഇതൊക്കെ അടങ്ങുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കൾച്ചറൽ കോംപ്ലക്സിൻ്റെ ഭാഗമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുവരെ കാത്തിരിക്കേണ്ടതില്ല. സ്ഥലം ലഭ്യമാണെങ്കിൽ സാംസ്കാരിക വകുപ്പ് ഒരു സ്ഥിരം മ്യൂസിയം ഇപ്പം തന്നെ നമുക്ക് ആരംഭിക്കുന്നതിനുള്ള നടപടി എടുക്കും. അതിലിപ്പോൾ MTൻ്റെ മനസ്സ് അതിലൊരു ഘടകമല്ല എന്ന് MGS പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറായിരിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവും. നമ്പർ 1. നമ്പർ 2 ഏതാ? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല സിനിമാ മേഖലയിൽ ക്രിമിനൽവൽക്കരണം കൂടി വരികയാണ് എന്നുള്ളൊരു ആരോപണം വരുന്നു. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ക്രിമിനൽ വൽക്കരണം ഏതാണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ ഈ മേഖലയിലെ ക്രിമിനൽ വൽക്കരണം അത്ര എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചില സൂചനകൾ വരുന്നത്. അംഗീകരിക്കാൻ പറ്റാത്ത പല പ്രവണതകളുമുള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. അത് പരിപൂർണമായും ഇല്ലാതാക്കും അവരുടെ തന്നെ സഹായത്തോടു കൂടി. ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. മാളത്തിൽ നിന്ന് തീ വെച്ച് ഉടുമ്പിനെ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയായിരിക്കും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ ഈ ഗവൺമെൻറ് കൊണ്ടുവരിക. അതിനിപ്പം ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ വിവരം കിട്ടിയ സമയത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ആഭ്യന്തര വകുപ്പ് അതിശക്തമായിട്ട് ഇടപെട്ടു. ബഹുമാനപ്പെട്ട ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനോട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, ഇവരുടെ വീടുകളിൽ പോകണം, പിന്നെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം, ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് കമലിനോട് സൂചിപ്പിച്ചു. ഈ നടിയുടെ അമ്മേനെ ഞങ്ങൾ വിളിച്ചിരുന്നു. ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് ഇത് പരാമർശിച്ചിട്ടുണ്ട്. ഇന്നലെ നാടകോത്സവമായിരുന്നു, അന്തർദേശീയ നാടകോത്സവം. ആ സ്റ്റേജിലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. BJP പറയുന്ന ഒരു കാര്യം, ഇതിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM-ഉം പ്രത്യേകിച്ച് സർക്കാരും ചെയ്തു. അതുകൊണ്ടാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പ്രതികരിച്ചതെന്നാണ്. ഇത് മനസ്സിലാക്കേണ്ടത്, എല്ലാ ആൾക്കാരുടെ വർത്തമാനത്തിനും ഞാൻ സാധാരണ നിലയിൽ സമാധാനം പറയാറില്ല. വളരെ വളരെ കുറച്ച് അത്തരം കാര്യങ്ങളിൽ പരാമർശിക്കാറുണ്ട്. ഇതിൽ സിസ്റ്റർ അഭയ കൊല ചെയ്യാനാണിത്. മനസ്സിലായില്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു മന്ത്രിയുടെ മണ്ഡലത്തിലെ ഓഫീസിൻ്റെ ഉള്ളിൽ വെച്ച് PA ബലാത്സംഗം നടത്തി സ്വകാര്യ ഭാഗം തെളിവിനായി കാണാൻ പോലും പാടില്ല എന്ന ദിശയിൽ നശിപ്പിച്ചു, കെട്ടിത്തൂക്കി, കുളത്തിലിട്ടു. ഇപ്പോഴാണ് അങ്ങനെയുള്ള ഒരു സംഭവം വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയും രാജിവെക്കേണ്ടി വരും, എല്ലാ മന്ത്രിമാരും രാജിവെക്കേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? ജിഷ കൊലപാതകം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതികളെ പിടിച്ചു. പുത്തൂർ കൊലപാതകം നിമിഷങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടിച്ചു. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കൊടുക്കില്ല. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിൽ നിഷ്പക്ഷമായി ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ ലേശം പോറലുണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങരുത് എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞു വരുന്നത് കൊട്ടേഷൻ സംഘത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നാണോ കേസ്? അല്ല, ഞാൻ അത് പോലീസ് അന്വേഷിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സ്ഥിര പട്ടലങ്ങളും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അതെല്ലാം പരിശോധിക്കും. എല്ലാ കാര്യങ്ങളെല്ലാം പരിശോധിക്കും.
എന്താണോ അവരുടെ മൊഴി, ആ മൊഴിയെ ഉത്തമ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രംഗത്ത് കൊണ്ടുവരും. സിനിമാ മേഖല മാത്രമല്ല, മറ്റു മേഖലകളുണ്ട്, സിനിമാ മേഖലയിലും ഉണ്ട്. സിനിമാ മേഖല എന്ന് പറയുന്നതൊക്കെ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എക്സിബിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വൈദ്യുതി വകുപ്പ് പോയി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഷോക്കടിക്കുന്ന ഒരു വകുപ്പും കൂടിയാണ് വൈദ്യുതിനേക്കാളും. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഷോക്കടിക്കാതെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഷോക്ക് അടിപ്പിച്ചേ അടങ്ങും. അക്കാര്യത്തിൽ യാതൊരു സംശയവും പാടില്ല. രാഷ്ട്രീയക്കാരെന്നല്ല, ആരും ദൈവം ഇപ്പം ഒരു 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 ജീവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു വിചാരിക്കുക, അതും പിടിക്കപ്പെടും. മറ്റൊരു ആരോപണം, ഈ നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ടൊരു ആരോപണം വരുന്നുണ്ട്. താങ്കളുടെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നതിനാലായിരുന്നു ഇതുകൊണ്ട് ഈ കൃഷ്ണദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്നുള്ള രീതിയിലാണ്. ഇതിലുള്ള ജൽപ്പനങ്ങൾ പറയുന്ന ആൾക്കാർക്ക് ഞാൻ മറുപടി പറയാറില്ല. അത് ദയവ് ചെയ്തിട്ട് അത്തരം, ഒന്നാമത് BJPയുടെ തന്നെ നേതാക്കന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബവും അതാരെ പറയട്ടെ ജീവിക്കുന്നത് എന്നുള്ളത്. ഇത് നെഹ്റു കോളേജിൽ എൻ്റെ ഭാര്യ പഠിപ്പിക്കുന്നേ ഇല്ല എന്നാദ്യം മനസ്സിലാക്കുക. അവിടെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ മക്കൾ ഇന്നേ വരെ സ്വാശ്രയ കോളേജിൻ്റെ മിറ്റം കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, എൻ്റെ ഭാര്യയും കണ്ടിട്ടില്ല. ഞങ്ങൾ സ്വാശ്രയ കോളേജിൽ പഠിച്ച ആൾക്കാരല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ, അതെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ തരങ്കനെ പോലുള്ള, തരങ്കൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, നമ്മളെ ശ്രീചിത്രയിലുള്ള ഡയറക്ടറാണ്, അവരെ പോലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പലരും റെക്കമെൻഡ് ചെയ്തു. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരുണ്ട്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവിടെ പോയില്ല. ഇതും അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒന്ന് തൃശ്ശൂർ ജില്ലയാണ്, മറ്റൊന്ന് പാലക്കാട് ജില്ലയാണ്. ഒന്ന് പാലക്കാട് ജില്ല, ഒന്ന് തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവാദങ്ങളായതിനു ശേഷം അവിടെ പോയിട്ടേ ഇല്ല. സ്വാശ്രയ കോളേജിൽ പോകണ്ട എന്നോ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കണ്ട എന്നോ ജോലി ചെയ്യേണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവും കോൺഗ്രസിൻ്റെ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അതെൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പറയിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശരി, ഓക്കെ. മന്ത്രി AK ബാലൻ സിനിമയിലെ ക്രിമിനൽ വൽക്കരണം പൂർണ്ണമായും നിർത്തും. സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ അതിന് പൂർണ്ണ ഉറപ്പ് കേരള സമൂഹത്തിന് നൽകുകയാണെന്ന് AK ബാലൻ പറഞ്ഞു. പിന്നെ കൊച്ചിയിൽ നടിയെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ചെയ്തവരും അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഒക്കെ നിയമത്തിന്റെ മുന്നിൽ കൃത്യമായി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും ചെയ്യുന്നതെന്നും AK ബാലൻ പറഞ്ഞു. ഇത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അനാരോഗ്യ പ്രവണതകൾ മറ്റു മേഖലകളിലെ പോലെ തന്നെ ഉണ്ട്. അത് പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത് ഇപ്പോഴാണ് പുറത്തെത്തിയത്. അങ്ങനെ പുറത്തെത്തിയ സ്ഥിതിക്ക് അതിൻ്റെ ക്രിമിനൽ വൽക്കരണത്തെ പൂർണ്ണമായും നിരോധിക്കാനുള്ള രീതി, അല്ലെങ്കിൽ ക്രിമിനൽ വൽക്കരണം നിർത്തലാക്കാനുള്ള രീതിയും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും സർക്കാർ കൈക്കൊണ്ടു കഴിഞ്ഞു. ഒപ്പം ഈ നടിയുടെ സംഭവത്തിലാകട്ടെ മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടും. തുടർന്ന് ആ പ്രതികളുടെ മൊഴികളെയെല്ലാം വിശ്വാസത്തിലെടുത്ത് വളരെ ശക്തമായ അന്വേഷണം വ്യാപിപ്പിക്കും. ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ആരായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ സമഗ്രമായി തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സമഗ്ര നീക്കമാണ് സർക്കാർ ഇതുവരെ ചെയ്തുകൊണ്ടുവന്നത്. ഇനിയും അങ്ങനെ തന്നെ തുടരും എന്ന കാര്യമാണ് ശ്രീ AK ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. PV കുട്ടൻ, ആദ്യം കൊച്ചിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് AK ബാലൻ സൂചിപ്പിച്ചത്? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് സാംസ്കാരിക മന്ത്രി AK ബാലൻ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സിനിമാ മേഖലയിൽ അംഗീകരിക്കാൻ പറ്റാത്ത പല പ്രവണതകളും നടക്കുന്നുണ്ട്. ഈ മുഴുവൻ പ്രവണതകളും തുടച്ചു നീക്കും, അതിനുള്ള എല്ലാ ശക്തമായ നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമെന്നാണ് മന്ത്രി AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങൾ സംബന്ധിച്ചും അന്വേഷണം നടത്തും. ഇതിൽ ആര് പ്രതിയായാലും ആര് കുറ്റക്കാരനായാലും അവരെ ഒരു തരത്തിലും സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകില്ല. അവർക്ക് കടുത്ത രീതിയിൽ തന്നെ ശിക്ഷിക്കുമെന്നും കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി
മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നടിയുടെ മൊഴിയെ ആസ്പദമാക്കി തന്നെയായിരിക്കും അന്വേഷണം നടക്കുക. ആ മൊഴിയിൽ എന്താണോ പറയുന്നത് അത് സംബന്ധിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കും. അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനോട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിച്ച് അന്ന് തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നാണ് സാംസ്കാരിക മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതായത് AK ബാലൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പിന്നിൽ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും. അതിന് പ്രാപ്തമായ രീതിയിലേക്കുള്ള നീക്കങ്ങളാണ് പോലീസും സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെ ചെയ്യുന്നത് എന്ന് തന്നെയല്ലേ? മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ക്രിമിനലുകളെ തീയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് മന്ത്രി AK ബാലൻ നടത്തിയിരിക്കുന്നത്. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ അന്വേഷണം നടക്കുന്നു, വളരെ കൃത്യമായ അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ ക്രിമിനൽ സംഘം സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഈ ക്രിമിനൽ വൽക്കരണം നടക്കുന്നുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ ഈ സംഭവത്തോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ അതിശക്തമായ നടപടിയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുക എന്ന് മന്ത്രി പറഞ്ഞു. അജിംഷാദ്. തീർച്ചയായും PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. അതായത് സിനിമാ മേഖലയിൽ ഒട്ടേറെ അനാരോഗ്യമായ പ്രവണതകൾ വർദ്ധിക്കുന്നുണ്ട്, ക്രിമിനൽ വൽക്കരണമുണ്ട്. അതൊക്കെ നിരോധിക്കാനുള്ള നടപടികളാണ്, അതൊക്കെ നിർത്തലാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരൊക്കെ പിടികൂടും. കുറ്റക്കാരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എത്ര ഉന്നതരായിരുന്നാലും അവരെയൊക്കെ പുറത്തു കൊണ്ടുവരികയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളാകും സർക്കാർ നടപ്പാക്കുക. അതിൻ്റെ പ്രാഥമിക നടപടികളും രണ്ടാം നടപടിയും മൂന്നാം നടപടിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും അത് തുടരും എന്നാണ് ശ്രീ AK ബാലൻ കോഴിക്കോട് പറഞ്ഞത്.